കടമ്പൂരിലെ സ്വകാര്യ സ്കൂളിൽ 77 വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. വയറിളക്കവും ഛർദിയുമാണ് കാരണം. ഇത് സംഭവിച്ചതിനുള്ള വിഷയം നിങ്ങൾ അറിയുമ്പോഴാണ് ഇതിൽ എത്രത്തോളം അനാസ്ഥ സംഭവിച്ചോ സ്കൂളിനും ആരോഗ്യ വകുപ്പ് അധികൃതർക്കും ഇത് കൊണ്ടുവന്ന് നിറച്ചയാൾക്കും എന്നുള്ളതാണ്. സ്കൂളിലെ മോട്ടോർ കേടായതിനെ തുടർന്ന് മറ്റൊരാളെ, ഒരു ടാങ്കർ ജീവനക്കാരനെ വെള്ളമടിക്കാനായിട്ട് ഏൽപ്പിക്കുകയാണ്. ഇയാൾ മറ്റൊരിടത്ത് നിന്നുള്ള പാറമടയിൽ നിന്നുള്ള വെള്ളം കൊണ്ടുവന്ന് സ്കൂളിലെ കിണറുകളിൽ ഒന്നിൽ അടിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് പാത്രവും വായയും കഴുകിയ വിദ്യാർത്ഥികൾക്കാണ് വയറിളക്കവും ഛർദിയും ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് മലിനജലമാണ് ഈ ടാങ്കർ ജീവനക്കാരൻ സ്കൂളിലെ കിണറ്റിൽ കൊണ്ടുവന്ന് അടിച്ചത് എന്നുള്ളതാണ്. പാറമടയിൽ നിന്നുള്ള വെള്ളമാണ് എന്നുള്ളത് പുറത്തു വരുമ്പോഴും ഈ പാറമട എന്തിനു ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള വിവരവും സ്കൂളുമായി ബന്ധപ്പെട്ട ചിലരിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ പാറമട കുറെ നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നു. ഈ ഉപയോഗിക്കാതെ കിടക്കുന്ന പാറമടയിലേക്കാണ് കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് തള്ളിയിരുന്നത്. ഈ തള്ളിക്കൊണ്ടിരുന്ന പാറമടയിലെ വെള്ളമാണ് സ്കൂളിലെ ഒരു കിണറിലേക്ക് നിറച്ചത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. 2 കിണറുകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത്. ഈ കിണറുകളിൽ ഒന്നിൽ, അതായത് 2 കിണറുകളുണ്ട്. ഒന്ന് കുഴൽ കിണറാണ്, മറ്റൊന്ന് അല്ലാത്തതുമാണ്. കുഴൽ കിണറിൽ നിന്നാണ് മെയിൻ ടാങ്കിലേക്ക് പമ്പ് ചെയ്തിരുന്നത്. രണ്ടാമത്തെ കിണർ 2 വർഷത്തോളമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. കുഴൽ കിണറിന്റെ പമ്പ് തകരാറിലാകുന്നു. ഈ തകരാറിലായതിനെ തുടർന്ന് പുറമേ നിന്നുള്ള ഒരാൾക്ക്, അതാണ് ടാങ്കർ ജീവനക്കാരന് വെള്ളം എത്തിക്കാൻ കരാർ നൽകുന്നു. ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന വെള്ളം സ്കൂളിലെ ടാങ്കിലേക്ക് നിറയ്ക്കാനാണ് നിർദ്ദേശം നൽകിയത്. എന്നാൽ സ്കൂളിലെ ടാങ്കിൽ നിറയ്ക്കുന്നതിന് ചില പരിമിതികൾ ഉള്ളതുകൊണ്ട് രണ്ടാമത്തെ കിണറിലേക്ക് ഈ വെള്ളം പമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഈ വെള്ളമാണ് ഉപയോഗിച്ചത്. ഈ വെള്ളം ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ പാത്രവും വായയും എല്ലാം കഴുകുന്നു. ഇതോടുകൂടിയാണ് വീട്ടിലെത്തുമ്പോഴേക്കും വിദ്യാർത്ഥികളിൽ പലരും അവശരാകുന്നു. അവർക്കെല്ലാം വയറിളക്കവും ഛർദിയും വരുന്നു. ഈ വയറിളക്കവും ഛർദിയും നിങ്ങൾ അറിയേണ്ടത് മാതാപിതാക്കളിലേക്ക് വരെ പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി നോക്കണം. ലോറി ഉടമയുടെ അവകാശവാദം എന്ന് പറയുന്നത് വെള്ളം ഒരു കിണറ്റിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ്. ഈ കിണറാണ് ഏറ്റവും പ്രശ്നമായത്. അതാണ് നമ്മൾ പറഞ്ഞതുപോലെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നിറച്ച് തള്ളിയിരുന്ന ഒരു പാറമടയാണ് ഇത് എന്നുള്ളതാണ് സമീപവാസികളും ഒക്കെ പറയുന്ന കാര്യം. എന്തായാലും ഇയാൾ കാണിച്ചു കൊടുത്തിട്ടുള്ള കിണറ്റിലെ വെള്ളം സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് ശേഖരിച്ചിട്ടുണ്ട്. 3 കുട്ടികൾ, 77 വിദ്യാർത്ഥികളിൽ 3 കുട്ടികൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്, ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാടുണ്ടായില്ല എന്നും ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട്. മഞ്ഞപ്പിത്ത പരിശോധന സ്കൂൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. പോരുവഴി ഹെൽത്ത് സെന്ററിൽ ആണ് ഇന്ന് ഈ ഒരു മഞ്ഞപ്പിത്ത പരിശോധനകൾ നടക്കുന്നത്. അതേസമയം ടാങ്കർ ലോറി പാറമടയിൽ നിന്ന് വെള്ളം ശേഖരിച്ചു എന്നാണ് പറയുന്നത്. അയാൾ പറയുന്നത് മറ്റൊരു കിണറ്റിൽ നിന്ന് ശേഖരിച്ചു എന്നാണ്. എന്നാൽ അതല്ല സംഭവിച്ചത്, പാറമടയിൽ നിന്നാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പാറമടയിൽ നിന്നാണ് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ദൃക്സാക്ഷികളും ഇവരും പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഇയാൾ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ വേണ്ടി കാണിച്ചു കൊടുത്തിട്ടുള്ളത് മറ്റേതെങ്കിലും ഒരു കിണറാണോ എന്നുള്ളത് കൂടി നമുക്ക് പുറത്തു വരേണ്ടേ. എന്തായാലും ടാങ്കർ ലോറി ജീവനക്കാർക്കായാലും ആർക്കായാലും കുരുന്നുകളുടെ ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. സ്കൂൾ അധികൃതരാണെങ്കിൽ ഈ 77 വിദ്യാർത്ഥികൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട് പോലും സ്കൂൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും പിന്നീട് അത് പ്രശ്നമായതിനെ തുടർന്ന് അടയ്ക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്കൂളിലേക്ക് ടാങ്കർ ലോറി ഉടമയെ വെള്ളം എത്തിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു സ്കൂളിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ടാങ്കർ ലോറികൾ എന്ന് പറയുന്നിടത്ത് എല്ലാവർക്കും ഒരേപോലെ ഉത്തരവാദിത്തം ഉണ്ടാകണമെന്നൊന്നുമില്ല. വളരെ നിരുത്തരവാദപരമായി പെരുമാറുന്ന പല ജീവനക്കാരുമുണ്ട്. നമുക്കറിയാം, അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും വളരെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ ഒരാളായിരിക്കാം ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ടാങ്കർ ലോറി ഡ്രൈവർ എന്നുകൂടി നമ്മൾ കരുതേണ്ടി വരും. ഏതെങ്കിലും ഒരു വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് കൊടുക്കലേ. ഒന്ന് ആലോചിച്ചു നോക്ക്. ഈ മലിനജലം നിറച്ചു കൊണ്ടുവന്ന ടാങ്കർ ലോറിയിൽ ഇതേ ആൾ മറ്റൊരാൾക്ക് കൂടി വെള്ളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ബാക്ടീരിയകൾ
ഈ ടാങ്കറിനുള്ളിൽ ഉണ്ടാകും. സ്വാഭാവികമായിട്ടും അതിനുശേഷം ഇയാൾ നിറച്ചു കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള വീടാണോ ഫ്ലാറ്റ് ആണോ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എത്ര പേരിലേക്കാണ് ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ അസുഖബാധിതമായി പോകുന്നത് എന്ന് കൂടി ആലോചിച്ച് നോക്കണം. എത്ര പേരുടെ ജീവനാണ്. ഫ്ലാറ്റുകളിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഫ്ലാറ്റ് മുഴുവൻ പടർന്നു പിടിക്കാവുന്ന കാര്യമാണ്. ആരും തമ്മിൽ അറിയാൻ പോകുന്നില്ല. ഇനി മഴ പെയ്തിരിക്കുന്നു, മഴയെ തുടർന്നുണ്ടായിട്ടുള്ള വയറിളക്കമാണോ പനിയാണോ ഛർദിയാണോ എന്താണ് എന്നറിയാതെ ജനം പരിഭ്രാന്തിയിലേക്ക് പോകും. ഇനി ഇതുമല്ല, ഇയാൾ ഇപ്പോൾ പിടികൂടിയിരുന്നില്ലായിരുന്നുവെങ്കിൽ, അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇയാൾ ഇതേ പാറമടയിൽ നിന്ന് അല്ലെങ്കിൽ ഇതേ കിണറ്റിൽ നിന്നുള്ള ജലം മറ്റുള്ളവർക്കും കൊടുക്കുമായിരുന്നില്ലേ? ഇയാൾക്ക് ആരാണ് ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസ് നൽകുന്നത്? ഇതിന് ബന്ധപ്പെട്ട ഉത്തരവാദികൾ ആരാണ്? ഇത്തരത്തിൽ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കാനായിട്ടുള്ള എന്തെങ്കിലും നടപടികളുണ്ടോ? അതിന് എന്തെങ്കിലും കാർഡ് കൊടുക്കേണ്ടതുണ്ടോ? പെർമിറ്റ് ഉണ്ടോ? ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ മാത്രം ഇടപെടാനുള്ള ഒരു സംവിധാനമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തണം. ഇവരൊക്കെ എവിടെ നിന്നാണ് ഈ വെള്ളം ശേഖരിക്കുന്നതെന്ന് നോക്കണം. നോക്കൂ, നമ്മുടെ നാട്ടില് ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്. ഈ ഫ്ലാറ്റുകളിലേക്കെല്ലാം ഭൂരിഭാഗവും വെള്ളം എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ടാങ്കർ ലോറി ജീവനക്കാരാണ്. അപ്പോൾ ഇവർക്ക് പെർമിറ്റോ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇവർ തോന്നുന്ന പടിയാണോ? നമ്മൾ ഇതിനു മുമ്പും വാർത്തകൾ വന്നിട്ടുണ്ട്. മലിനമായി കിടക്കുന്ന പുഴയിൽ നിന്ന് അല്ലെങ്കിൽ അരുവികളിൽ നിന്നൊക്കെ വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നൊക്കെ ഇടയ്ക്ക് പരാതി വരും. ഈ പരാതി വരുമ്പോഴല്ല ആരോഗ്യ വകുപ്പ് അനങ്ങേണ്ടതും പ്രവർത്തിക്കേണ്ടതും. ഇതിൽ ഈ പറഞ്ഞിട്ടുള്ള വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ നിറഞ്ഞ വെള്ളമാണ് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ജലം കുടിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യക്കുറവും മറ്റ് അസുഖവുമുള്ള കുട്ടികൾക്ക് ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന കേസുകളാണ്. നമ്മളിപ്പോൾ വാർത്ത പറയുമ്പോൾ തന്നെ പറഞ്ഞു 3 കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്നുള്ളത്. ഇവരുടെ ജീവനൊക്കെ ആരാണ് ആരാണ് ഉത്തരം പറയാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? ഇതുമായി ബന്ധപ്പെട്ട സ്കൂളിന് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അവർക്ക് 77 കുട്ടികൾ ഛർദിയും വയറിളക്കവും ബാധിച്ച് ചികിത്സ തേടിയിട്ട് പോലും പിറ്റേ ദിവസം സ്കൂൾ പ്രവൃത്തി ദിനമാക്കി. പകുതിയിലേറെ കുട്ടികൾ വരാതിരുന്നത് കൊണ്ട് പ്രാദേശികമായിട്ട് അവർ അവധി കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സ്കൂൾ താൽക്കാലികമായിട്ട് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കുട്ടികൾ ഈ വെള്ളം കുടിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വായ കഴുകുകയോ പാത്രം കഴുകുകയോ ഉള്ള കുട്ടികൾക്ക് പോലും പ്രശ്നമുണ്ടെന്നിരിക്കെ ചില കുട്ടികൾ ഈ വെള്ളം കുടിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളമാണ്, 100% പരിശുദ്ധമാണെന്നായിരിക്കും നമ്മുടെ മക്കളൊക്കെ കരുതുന്നുണ്ടാവുക. അവർ ആ വെള്ളം ഒരുപക്ഷെ ഒരു ഇറക്ക് കുടിച്ചു പോയാൽ പോലും തെറ്റു പറയാനൊന്നും പറ്റില്ല. നമ്മൾ പോലും വായ കഴുകുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഒരിറ്റു വെള്ളമെങ്കിലും നമ്മുടെ തൊണ്ടയിൽ കൂടി ഇറങ്ങി പോകാതിരിക്കുന്നുണ്ടോ? എന്തെല്ലാം അസുഖങ്ങളിലേക്കാണ് ഇത് തള്ളിവിടുന്നത് എന്നുള്ളത് ഈ ആരോഗ്യ വകുപ്പ്, ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുമുള്ള ഒരു കുലുക്കവുമില്ലാത്ത അവസ്ഥയാണ് എന്നാണ് പറയുന്നത്. സംഭവം ഒതുക്കി തീർക്കാനുള്ള ശ്രമവും ഇവർ നടത്തുന്നുണ്ട്. അവരുടെ സ്കൂളിനെ പേരിനെ അവരുടെ നല്ല പേരിനെ ഒന്നും ബാധിക്കരുത് എന്നുള്ള ചിന്ത മാത്രമാണ് അലട്ടുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ ആരോഗ്യത്തിന് ആരുത്തരവാദിത്തം പറയും? ഇതിനെതിരെ കർശനമായ നടപടികൾ വരണം. ടാങ്കർ ലോറിയിൽ വെള്ളമടിക്കുന്നതിന് ഉൾപ്പെടെ പരിശോധനകൾ നടത്തണം. ഇത്തരത്തിൽ സ്കൂളുകളിൽ വരുത്തുന്ന അലംഭാവങ്ങൾക്ക് അതിന് നടപടി ഉണ്ടാകണം. ഇതെല്ലാം വേണ്ടതാണ്. ഈ 77 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അപ്പൊ ഇത്രയും വിദ്യാർത്ഥികളുടെ കാര്യമാണ്, ഇത്രയും നിരുത്തരവാദപരമായിട്ടാണ് സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്, സ്കൂൾ അധികൃതർ പ്രവർത്തിക്കുന്നത്. അവരുടെ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ ഇത്രയും വിദ്യാർത്ഥികൾക്ക് അസുഖബാധിതമായി ഹോസ്പിറ്റലാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിറ്റേ ദിവസവും ഇവർ ഇത് സ്കൂൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ആ വെള്ളം തന്നെയാണ് ഓരോ ദിനവും ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ എണ്ണം കൂടുവാനുള്ള സാധ്യതകളും ഒക്കെയുണ്ട്. എന്തായാലും തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ ഇത്തരത്തിലുള്ള ആരോഗ്യ വകുപ്പിനെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ സ്കൂളിനെതിരെ തക്കതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നത്.